ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് ഷെമിമോൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ വോൾട്ടൈലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മിശ്രിതം തയ്യാറാക്കുന്ന രീതിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബാത്റൂമൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ അതിൻ്റെ വോൾട്ടൈലൊന്നും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും തന്നെ ക്ലീൻ ചെയ്യാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ സോപ്പൊക്കെ ചാടുന്ന ആ ഒരു ഏരിയയിലൊക്കെ കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ അഴുക്കാകാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരുപാട് ഉരച്ച് തേച്ചൊന്നും കഴിയേണ്ട ആവശ്യം വരാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു ബൗൾ എടുക്കുക കേട്ടോ. അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വിനെഗർ ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഫുള്ള് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് നമ്മൾ ഉപ്പ് എടുക്കണം. പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടണം. പിന്നെ ഒരു 5-6 ടീസ്പൂൺ അളവിൽ നമുക്ക് ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നതാണ്, അതങ്ങനെ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ലിക്വിഡ് സോപ്പും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബാത്റൂമിൻ്റെ വോൾട്ടൈലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഈ ലിക്വിഡ് അങ്ങ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അഴുക്കുള്ള ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകുന്ന സംഭവം ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കഴുകി വിടുക കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് അഴുക്ക് പോകുന്നതാണ്. ഒരുപാട് ഉരച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും വീട്ടിലിരിക്കുന്ന നമ്മുടെ ചേച്ചിമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സായിട്ട് വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.